നമസ്കാരം. രാജഗോപാലൻ സാർ, പിണറായി വിജയൻ നമസ്കാരം. തെലങ്കാന നമസ്കാരം. മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയിട്ടുള്ള പ്രസ്താവനയെ എങ്ങനെ നോക്കിക്കാണുന്നു? അർജുന, ഈ സിനിമ ഡയലോഗുകൾക്ക് എന്നും രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തിയുണ്ട്. നമ്മുടെ ഇപ്പൊ സംഭാഷണത്തിലാണെങ്കിലും പ്രസംഗത്തിലാണെങ്കിലും സിനിമ ഡയലോഗുകൾ കോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അതിന് വലിയൊരു എഫക്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ ഉദാഹരണങ്ങൾ പറയേണ്ട കാര്യങ്ങളില്ല അതിനകത്ത്. അതാണ് അതിന്റെ ഒരു പഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ധാരാളം ഡയലോഗുകൾ ഇപ്പൊ രാഷ്ട്രീയക്കാരൊക്കെ സംസാരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ധാരാളം അത്തരം ഡയലോഗുകളുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രേഖ എന്തി എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് രേഖ കൈവശം ഒന്നും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അതിനെ ഉദാഹരിക്കുന്നതിനാണ് അവർ പെട്ടെന്ന് കാണിക്കുന്നത്. ഇതാ പണ്ട് ശങ്കരാണി കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കത്തില്ലേ, ഇതാ ആ രേഖ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെയുള്ള ഉദാഹരണങ്ങൾ പറയും. അതേപോലെ തന്നെ സന്ദേശം എന്ന സിനിമയില് അനശ്വരനായ ശ്രീനിവാസൻ എഴുതിയിട്ടുള്ള ഡയലോഗുകളുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ കുറിച്ചുള്ള കളിയാക്കലും ഒക്കെ വരുന്ന സമയത്ത് സ്ഥിരം രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് ആ സിനിമയിലെ ഡയലോഗുകൾ. നമ്മൾ എന്തുകൊണ്ട് തോറ്റു, അല്ലെങ്കിൽ റാഡിക്കലായ ചേഞ്ച് അല്ലായിരുന്നു എന്നൊക്കെ ചില ഡയലോഗുകളൊക്കെ ആയിരിക്കും. അപ്പൊ സിനിമ കാണുന്ന ആളുകള്, കാരണം ഭൂരിപക്ഷ ആളുകളും സിനിമ കാണുന്നവരും ആ കാലഘട്ടത്തില് സന്ദേശം സിനിമയുടെ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്നവര്, അല്ലെങ്കിൽ പിന്നെ ആ കാലങ്ങളെയൊക്കെ ആസ്വദിച്ചിരിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്നാണ്, പ്രത്യേകിച്ച് അവരിലേക്ക് വളരെ പെട്ടെന്ന് അത് സംവേദിക്കും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ സംഭവിച്ച അതാണ്. ഇവിടെ സംഭവിച്ച പിണറായി വിജയന്റെ തുടക്കം പിന്നെ ഒരു മറുപടിയാണ് പറഞ്ഞത്. ഇതിന് തുടക്കമിട്ടത് തെലങ്കാന മുഖ്യമന്ത്രിയാണ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. അദ്ദേഹം ചെറുപ്പക്കാരനാണ്, വലിയ പ്രായമില്ല. ഇതിന്റെ പൊട്ടീഷന് ആണെന്ന് തോന്നുന്നു, 40കളിലാണ് അദ്ദേഹത്തിന്റെ ഏജന്റ്. വളരെ സമർത്ഥനായ മുഖ്യമന്ത്രിയാണ് അത്, അല്ലേ? വളരെ സമർത്ഥനായ മുഖ്യമന്ത്രി. അതെ, പഴയ RSSകാരനായിരുന്നു. പഴയ യുവമോർച്ചയുടെ നേതാവായിരുന്നു അദ്ദേഹം. യുവമോർച്ചയിൽ നിന്ന് പിന്നീട് അദ്ദേഹം കോൺഗ്രസിലേക്ക് മാറി. അങ്ങനെയാണ് തെലങ്കാന സംസ്ഥാനം അത് രണ്ടായിട്ട് വിഭജിക്കുകയായിരുന്നല്ലോ. ആന്ധ്ര രണ്ടായിട്ട് വിഭജിച്ച് ആന്ധ്രയും തെലങ്കാനയുമായി. തെലങ്കാനയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ, അങ്ങനെ ആ തെരഞ്ഞെടുപ്പിലാണ് പിന്നീട് TRS ഒക്കെ അവിടെ വന്നത് തന്നെ. അവിടെ നിന്നാണ് അദ്ദേഹം ജയിക്കുകയും ചെയ്തത്. ജയിച്ച് അദ്ദേഹം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകുകയും ചെയ്തത്. അങ്ങനെ ഒരു യുവമോർച്ച RSS പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ട്. സിനിമ ഏത് മേഖല നോക്കിയിട്ടാണ് തെലങ്കാനയിൽ നിന്ന് വിലയിരുത്തേണ്ടത്? കേരളത്തിന് നമ്മൾ തെലങ്കാന ഇതൊരു രാഷ്ട്രീയ യുദ്ധമാണ്. ഇതൊരു രാഷ്ട്രീയ യുദ്ധമാണ്. നമ്മളത് പറഞ്ഞു വരുമ്പോൾ അത് മനസ്സിലാകും എന്താണെന്നുള്ളത്. പിണറായി വിജയനും രേവന്ത് റെഡ്ഡിയും കൂടെ ഉണ്ടായ ഈ വാക്പോരിന്റെ പിന്നെ ക്ലൈമാക്സ് എന്താണെന്ന്, അതായത് കേരള തെരഞ്ഞെടുപ്പ് മറ്റേ 9-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. ഇവര് രണ്ടുപേരും ഒരേ പ്ലാറ്റ്ഫോമിൽ വരേണ്ട ആളുകളാണ്. ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്ന് കേരളത്തിന് പുറത്ത് ഇന്ത്യ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട ആളുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ രേവന്ത് റെഡ്ഡി തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഒരു 3-4 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് പിന്നെ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് വന്ന സമയത്ത് അരുവിക്കരയിൽ വെച്ചിട്ട് ആരോ എഴുതി കൊടുത്തതായിരിക്കാം. മലയാളത്തിൽ ഒരു പഞ്ച് ഡയലോഗ് എഴുതി കൊടുത്തു. പഞ്ച് ഡയലോഗ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്ക് പറഞ്ഞില്ലേ, ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അതിന് ഇംഗ്ലീഷ് അദ്ദേഹം സംസാരിക്കുന്ന ആളാണ്, പരിഭാഷയുടെ ആവശ്യമില്ലായിരിക്കും എന്ന് തോന്നി. പക്ഷെ ഒരു പഞ്ച് ഡയലോഗ് അദ്ദേഹത്തിന് എഴുതി കൊടുത്തതാണ്. അപ്പൊ സിനിമയുമായിട്ട് ഒരു കണക്ഷൻ വന്നത് അതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹം ജീപ്പിൽ നിന്നുകൊണ്ട് പിന്നെ മലയാളത്തിൽ എഴുതി കൊടുത്ത ഒരു ഡയലോഗാണ്. ഈ ഡയലോഗ് അദ്ദേഹം ജീപ്പിൽ നിന്നുകൊണ്ട് കൈവീശിക്കൊണ്ട് ഇങ്ങനെ പറയുന്നതായിട്ടാണ്. അതാണ് ആ സന്ദർഭം വരുന്നത്. മോഹൻലാൽ അനശ്വരമാക്കിയ ഡയലോഗാണ്. ഓ മോനെ ദിനേശ എന്നുള്ളൊരു ഡയലോഗ്. മോഹൻലാൽ സിനിമയിൽ അനശ്വരമാക്കിയിട്ടുള്ള ഒരു വാഗ്ദാണല്ലോ. എല്ലാവർക്കും പറയും, നീ പോ മോനെ, നിന്നെ ഇത്രയ്ക്കുള്ള കാര്യമേ ഉള്ളൂ, എനിക്കറിയാം നിന്നെ, അല്ലെന്നുണ്ടെങ്കിൽ നീ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ളൊരു പ്രയോഗം. ആ പ്രയോഗത്തിന് പകരം ഓ മോനെ ദിനേശ എന്നൊരു വാക്ക് ഉപയോഗിച്ചതാണ് അവിടെ. അതൊരു സിനിമ ഡയലോഗാണ്. ഒരു പക്ഷെങ്കിൽ ഈ രേവന്ത് റെഡ്ഡിക്ക് അതിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും കൊള്ളാത്ത, പക്ഷെ മലയാളം അറിയത്തില്ല. തീർച്ചയായിട്ടും മലയാളം അറിയത്തില്ല. എന്താണ് ആ ഡയലോഗിന്റെ ആ വാക്കിന്റെ 3-4 വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞതാണോ അതോ ഒരു ആവേശത്തിമറപ്പിൽ പറഞ്ഞതാണോ? പ്രവർത്തകർ എഴുതി കൊടുത്തതാണല്ലോ. പക്ഷെ ആ ദിനേശൻ അങ്ങ് മാറ്റിയിട്ട് ഓ മോനെ പിണറായി എന്നാക്കി. അങ്ങനെയാണ് ഇവിടെ ഉണ്ടായ സന്ദർഭം എന്ന് പറയുന്നത്. ഓ മോനെ പിണറായി വിജയ എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ വന്ന് അവസാനിച്ചത്. പിണറായി വിജയ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഉദ്ദേശിക്കുന്നത്. ആലോചിച്ച് നോക്കണം. നമ്മൾ അവിടാണ് അതിന്റെ ഒരു ഗൗരവം കണ്ടെത്തേണ്ടത്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇത്രയും സീനിയർ ആയിട്ടുള്ള നേതാവുമാണ്. 80 വയസ്സിന് മുകളിലുള്ള CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിലുള്ള പരമോന്നത നേതാവാണ്. അതേപോലെ തന്നെയാണ് ഇവർ രണ്ടുപേരും ഞാൻ പറഞ്ഞതുപോലെ
കേരളത്തിന് വെളിയിൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളാണ്. കോൺഗ്രസ് അവിടെ പ്രധാന ഘടകകക്ഷിയല്ലേ. ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് നമ്മൾ നോക്കുക, കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് തമിഴ്നാട്ടില്. അവിടെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, DMK-യുടെ സ്റ്റാലിൻ നയിക്കുന്ന DMK-യുടെ പ്രചരണ ജാഥകൾ, അവിടുത്തെ വാഹനങ്ങളിലെ കൊടികളൊക്കെ കണ്ടില്ലേ. ആ കൊടികൾക്കകത്ത് ഏതെല്ലാം ഉണ്ട്? DMK-യുടെ കൊടിയുണ്ട്, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ കൊടി കാണുന്നുണ്ട് അല്ലെ. മുന്നണിയായിട്ട് അവിടെ മത്സരിക്കുകയാണ്. CPM-ന്റെ കൊടി കാണുന്നുണ്ട്. അവർ 5 സീറ്റാണ്, 5 സീറ്റ് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അവരും 5 സീറ്റ് അവിടെ മത്സരിക്കുന്നുണ്ട്. പിന്നെ SDPI-യുടെ കൂടിയും ചിലടത്തൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെയൊക്കെ എന്തെല്ലാം രാഷ്ട്രീയ യുദ്ധങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ SDPI ആ മുന്നണി വരികയാണ്. അങ്ങനെ BJP-ക്കെതിരെ ഇന്ത്യ മുന്നണിയുടെ സഖ്യമാണ് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഒരു പക്ഷെങ്കില് ഇത് കേരള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അങ്ങോട്ട് പോകേണ്ടി വരുമ്പോഴാണോ അത് പിണറായി വിജയന്റെ ഇന്നത്തെ മറുപടി ഇതാണ് നമുക്ക് അതിന്റെ രസം മനസ്സിലാകുന്നത്. പിണറായി വിജയൻ ഇന്ന് കൃത്യമായിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം രേവന്ത് റെഡ്ഡിക്കുള്ള മുഖ്യമന്ത്രിക്ക് നാടകമെന്ന് പറയാനൊക്കത്തില്ല, പൂർണ്ണമായിട്ട് നമുക്ക് നാടകം എന്ന് പറയാനൊക്കത്തില്ല. കാരണം ഇനിയിപ്പോ മറ്റന്നാൾ ഇലക്ഷൻ വരുന്ന സമയത്ത് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അങ്ങനെ ആക്ഷേപിക്കുന്ന മട്ടില് ഒരിക്കലും പറയാൻ പാടുന്ന ഒരു ഡയലോഗ് ആയിരുന്നില്ല. സിനിമയിലൊക്കെ ഉണ്ടെങ്കിലും ഓമോനെ ദിനേശ എന്നൊക്കെ വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ പിണറായി എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. അത് ശരി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതിനെ കാരണം അത് പറഞ്ഞില്ലേ, നമ്മളൊരു രാഷ്ട്രീയത്തിലൊരു സീനിയോറിറ്റി, അങ്ങനെ ചില മര്യാദകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പാലിച്ചിട്ട് വേണമായിരുന്നു. അല്ലെ ഈ ഞാൻ ആദ്യം പറയുന്ന കുഴപ്പമൊന്നുമില്ല, ഇതാണ് ആ രേഖ എന്ന് പറയുന്നതിനകത്ത് അത്തരം പ്രശ്നങ്ങൾ വല്ലതും വരുന്നുണ്ടോ? അങ്ങനെ കാര്യങ്ങൾ വരുന്നില്ല. പക്ഷെ ഇതങ്ങനല്ല, വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞു. അതിനാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. പക്ഷെ അതും അതിന്റെ അപ്പുറത്തേക്ക് കടന്നുപോയി അല്ലേ. അദ്ദേഹവും ആ ലിമിറ്റ് വിട്ട് കടന്നുപോയി എന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഡാഷ് മോനെ രേവന്ത, നിനക്കുള്ള മറുപടി പിന്നെ വരുന്നുണ്ട്, തനിക്കുള്ള മറുപടി പിന്നെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ഡാഷ് എന്നൊരു വാക്ക് പൂരിപ്പിക്കാതെ വിടുകയാണ് ചെയ്തത് ആ വാക്ക്. നമുക്കറിയാമല്ലോ, നമ്മൾ സാധാരണഗതിയിലൊക്കെ ഈ ചില ആളുകളെ ചിലതൊക്കെ പരസ്യമായിട്ട് പറയാൻ വയ്യാത്ത സമയത്തും ഒതുക്കി പറയേണ്ട സമയത്തും ഒക്കെ ഡാഷ് ചേർത്ത് വിളിക്കും. ഡാഷ് മോനെ എന്നൊക്കെ വിളിക്കും. അത് അറിയാം, അണ്ടർസ്റ്റുഡ് ആണ്. അതായത് കേൾക്കുന്ന ആളുകൾക്കും അറിയാം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, വരാൻ പോകുന്ന വാക്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. മുഖ്യമന്ത്രി അത്തരം ഒരു വാക്കാണ് ഉപയോഗിച്ചത്. അപ്പൊ നിനക്കുള്ള മറുപടി അല്ലെങ്കിൽ തനിക്കുള്ള മറുപടി പിന്നെ വരുന്നുണ്ട്. പിന്നെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ അദ്ദേഹം പോകുന്നുണ്ടായിരിക്കാം. ബംഗാളിലെയും തമിഴ്നാട്ടിലും ഇവിടൊക്കെയാണല്ലോ തെരഞ്ഞെടുപ്പ് വരുന്നത്. പക്ഷെ ബംഗാളിലേക്ക് അദ്ദേഹം പോകുന്നില്ല. സാധാരണഗതിയിൽ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മുടെ മുഖ്യമന്ത്രി ബംഗാളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് മമതാ സർക്കാരുമായിട്ട് ഒരു വലിയ യുദ്ധത്തിലുമാണല്ലോ. മമതാ സർക്കാർ ഒരിക്കലും അങ്ങനെ CPM-ആയിട്ട് യോജിച്ചുള്ള ഒരു കാര്യം, ഇന്ത്യ മുന്നണിയുടെ ഒരു കാര്യങ്ങൾക്കും അവരങ്ങനെ യോജിപ്പിൽ വരികയില്ല. അത് ശരിക്കും അവര് BJP സർക്കാരിനെ മൗനമായിട്ട് അതിന്റെ പിന്നിൽ നിന്ന് അനുകൂലിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. അപ്പൊ തമിഴ്നാട്ടിലാണ് സംഭവിക്കാത്ത, തൊട്ടടുത്ത സ്റ്റേറ്റ് ആണ്. അവിടെ 23-ാം തീയതി മറ്റോ ആണ് അല്ലെ, 23-നാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അപ്പൊ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും സ്റ്റാലിൻ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പോകേണ്ടി വരും. അതേപോലെ തന്നെ പ്രതിപക്ഷ മുന്നണിയിൽപ്പെട്ട വലിയ ഒരു നേതാവാണ് രേവന്ത് റെഡ്ഡി, തൊട്ടടുത്ത് കിടക്കുന്നത്. അപ്പൊ രേവന്ത് റെഡ്ഡി തീർച്ചയായിട്ടും അവിടെ പോകേണ്ടി വരും. അവിടെ അങ്ങനെ രണ്ടുപേരും കൂടെ ഒരേ വേദി വരുമോ, അല്ലെങ്കിൽ അവിടെ വെച്ച് ഈ ഡയലോഗുകളുടെ ആവർത്തനങ്ങൾ വരുമോ? തീർച്ചയായിട്ടും സംസ്ഥാനത്ത് വേറെ മുഖ്യമന്ത്രിമാരില്ലല്ലോ. വേറെ ഏത് മുഖ്യമന്ത്രിയാണ് അവിടെ ഉള്ളത്? ഇപ്പൊ സൗത്തില് അവർക്ക് എടുക്കാവുന്ന, അല്ലെങ്കിൽ കർണാടക മുഖ്യമന്ത്രി എടുക്കണം. പിന്നെ എടുക്കേണ്ടത് കർണാടക. പറഞ്ഞാൽ ഇതൊക്കെ മറ്റു സ്റ്റേറ്റുകളിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊക്കെ വെറും ഒരു നാടകമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാൻ കഴിയാം. തീർച്ചയായിട്ടും BJP പോലുള്ള കക്ഷികൾ പറയുന്നത് അതാണ്, ഈ തെരഞ്ഞെടുപ്പ് നാടകമാണ്. പക്ഷെ ഇപ്പൊ വന്നേക്കുന്ന ആരോപണമല്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, അദ്ദേഹവും മറ്റൊരു ദിനേശനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, മുഖ്യമന്ത്രി തൽക്കാലം ഡാഷ് മോനെ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതല്ലാതെ വടക്ക് നോക്കി യന്ത്രം എന്നുള്ള സിനിമയിൽ ശ്രീനിവാസൻ എഴുതിയ മറ്റൊരു കഥാപാത്രം ഉണ്ടായിരുന്നു, തളത്തിൽ ദിനേശൻ. അദ്ദേഹത്തിന് അവസാനം വന്ന അസുഖമൊക്കെ നമുക്കറിയാമല്ലോ, തളത്തിൽ ദിനേശന്, സംശയരോഗിയായ ആൾക്ക്. അപ്പൊ പ്രതിപക്ഷ നേതാവ് അങ്ങനെയാണ് പറഞ്ഞത്. നമ്മുടെ മുഖ്യമന്ത്രി തൽക്കാലം ഡാഷ് മോനെ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ആകെപ്പാടെ ഒരു മാനസികമായ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹം. മനോനില തെറ്റിയ പോലൊക്കെ സംസാരിക്കുന്നു. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ വരുന്നതാണല്ലോ ഇതൊക്കെ. എരിവും പുളിയും ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഇതൊരു ലിമിറ്റ് കടന്നുപോയി. രണ്ട് മുഖ്യമന്ത്രിമാരുടെയും സംഭാഷണങ്ങളെന്നാണ് രാഷ്ട്രീയത്തിലെ മറ്റ് ചില ആളുകളൊക്കെ, രാഷ്ട്രീയത്തിലെ കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ളവർ വിലയിരുത്തുന്ന ആ രീതിയിലാണ്.